ഒരു മാസം നീണ്ടുപോയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് ഇപ്പോൾ വിധി എഴുതുകയാണ്. മിക്ക ബൂത്തുകളിലും വോട്ടേഴ്സിൻ്റെ ലോങ് ക്യൂ കാണാൻ കഴിയും. വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് മാത്തൂരിൽ നിന്ന്. വിപിൻ, അവിടുത്തെ ഏത് ബൂത്തിലാണ് വിപിൻ നിൽക്കുന്നത്? വിശദാംശങ്ങൾ. SKN മാത്തൂർ പഞ്ചായത്തിലെ ഏക പ്രശ്നബാധിത ബൂത്തായിട്ടുള്ള വീശ്വലം സ്കൂളിലാണുള്ളത്. ഇവിടെ രണ്ട് ബൂത്തുകളാണുള്ളത്. 156, 157 ബൂത്തുകളാണുള്ളത്. ഇവിടെ ഇപ്പോൾ 14% പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു. നല്ല തിരക്കുണ്ട്. ഒരു പക്ഷേ ഈ മാത്തൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള ഒരു ബൂത്ത് ഇവിടെയാണ്. 156ാമത്തെ ബൂത്തിലാണ്. 1400ഓളം വോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിരാവിലെ തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്യൂ ഇപ്പോഴും കാണാം. ഒപ്പം തന്നെ പ്രായമായവരുടെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് മുൻഗണന നൽകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായി അകത്തേക്ക് പെട്ടെന്ന് കയറി വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതുകൊണ്ട് കൂടി തന്നെ ക്യൂ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ക്യൂ പതുക്കെ മാത്രമാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനം കൂടുന്നു എന്നുള്ളതാണ്. എല്ലാ സ്കൂളുകളിലും നമ്മളിപ്പോൾ പല സ്കൂളുകൾ, ബംഗ്ലാവ് സ്കൂളായാലും ചെങ്ങണിയൂർ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു തിരക്ക് ഓരോ സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ രാവിലെ മുതലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നതിൻ്റെ ഫ്ലോ അത് കുറയുന്നില്ല. അത് ഇപ്പോൾ ഈ 10 മണിയിലേക്ക് അടുക്കുമ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓഫീസർ കൂടി തരാണ്. മാഡം, എങ്ങനെയുണ്ട് പോളിംഗ് ശതമാനം? വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് വോട്ടിംഗ്. എല്ലാ സ്കൂളുകളിലും പോകുമ്പോൾ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു നല്ല നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ എത്ര ശതമാനത്തിലേക്ക് എത്തി? ഏകദേശം 14%ലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റേ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ല, വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു. ഒപ്പം തന്നെ ഇവിടെ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ പ്രശ്നബാധിത ബൂത്തിൻ്റെ എണ്ണത്തിൽ പെട്ടതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ സുരക്ഷയും, എല്ലാ ബൂത്തുകളിലും പോലീസിൻ്റെ സുരക്ഷയുണ്ട്. ഒപ്പം തന്നെ ഇവിടെ കേന്ദ്രസേനയുടെ ഒരു സുരക്ഷ കൂടി ഒരുക്കിയിട്ടുണ്ട്. ഈ മാത്തൂരിനെയും കണ്ണാടിയെയും കുറിച്ച് SKN നമുക്ക് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ 2021 ഈ ഒരു LDF 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുണ്ടെങ്കിലും ഈ രണ്ട് പഞ്ചായത്തുകളിലും LDFന് നേരിയ ഭൂരിപക്ഷം ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നെയും പിന്നോട്ടേക്ക് പോയത് പിരായിരിയിൽ UDFനും ഒപ്പം തന്നെ പാലക്കാട് നഗരസഭ BJPക്കും ഒപ്പം നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യം മാത്തൂരും കണ്ണാടിയും എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഈ വോട്ടിനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ കനത്ത പോളിംഗിലേക്ക് പോകുന്നു. ഈ 10 മണി സമയമാകുമ്പോഴേക്കും അത് 15%ത്തിലേക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയരുന്നു എന്നുള്ളത് എല്ലാ മുന്നണികളെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അവരുടെ വീറും വാശിയും അടങ്ങിയ ഒരു മാസത്തെ പ്രചാരണം അത് ഏറ്റവും താഴെ തട്ടിൽ എത്തിയിരിക്കുന്നു, അത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ നീണ്ട നിര കാണിക്കുന്നത്. SKN വിജയനാണ് വിവരം നൽകിയത്. പാലക്കാട് പല ബൂത്തിലും കാര്യമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. സ്ത്രീകളുടെ ലോങ് ക്യൂ നമുക്ക് കാണാൻ കഴിയും.